എഞ്ചിനീയറിംഗിലേക്ക് പോകും, ഇൻഫോസിലേക്ക് പോകും. ഒരു സ്വസ്ഥത ഉണ്ടായില്ല. സ്വസ്ഥതയല്ല, ഞാൻ ഹാപ്പി ആയിരുന്നല്ലോ. എനിക്ക് ആ ജോലി ഇൻഫോസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുള്ളവരുണ്ട്. ഇത് ജോലി തന്ന ഗുണം വെച്ചാൽ ഓൺസൈറ്റ് പോകാം, പല പല രാജ്യങ്ങൾക്ക് ഇറങ്ങാം, നല്ല ശമ്പളം കിട്ടും. ഇതെല്ലാം ഇതിൻ്റെ കൂടെയുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. പക്ഷെ എനിക്കതിലൊന്നും എനിക്കൊരു സന്തോഷം കിട്ടിയില്ല. എനിക്ക് അതല്ല വേണ്ടിയിരുന്നതെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ നെക്സ്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് ഈ 1.5 വർഷമാണ് എന്നെ ഒന്ന് കറക്റ്റ് ആക്കിയെടുത്തത്. താങ്കൾക്ക് ഇൻഫോസിലെ ജോലി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അതെയോ ഒരുപക്ഷെ താങ്കളുടെ പ്രേമഭാജനം നാട്ടിൽ തന്നെ ആയിരുന്നുകൊണ്ടാണോ, ഏതായിരുന്നു? അല്ല, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരായിരുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ റിനോട് പറയുന്നത് എനിക്ക് ജോലി ഇഷ്ടമല്ല. അപ്പോൾ റിന എപ്പോഴും പറയും, എന്താണോ താല്പര്യം, എന്ത് ചെയ്യാനോ താല്പര്യം, അതിലേക്ക് അത് ചെയ്താൽ മതി. പഠിച്ചതല്ലേ? എൻ്റെ കൂടെ പഠിച്ചു. ഒരു ക്ലാസ് പഠിച്ചാണ്. സഹപാഠിയായിരുന്നു. എങ്ങനെയായിരുന്നു? ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇഷ്ടമാണെന്ന് ഒരാൾ പറയേണ്ട ഇഷ്ടം ഇല്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വളർന്ന് പിന്നെ അത് പരസ്പരം മനസ്സിലാക്കിയതാണ്. ഇതേവരെ ഞങ്ങൾ അങ്ങോട്ട്. ഇത് കോളേജാണോ? ഇത് അങ്ങനെ. ഇതിലെവിടെ? നിവീൻ എവിടെ ഉണ്ട്? ഈ അറ്റത്ത്. ഏത്? ആ അറ്റത്തേക്കണ? അതെ. ഈ പിള്ളേർ ചിരിച്ചു തുടങ്ങി കേട്ടോ. അതൊക്കെ ഒരു കോലം. ഓ, ഞങ്ങൾ ബാക്ക് ബെഞ്ചസ് ആണ്. ബാക്കിലിരിക്കുന്നത് അങ്ങനെ തന്നെ. ബാക്കിലിരിക്കുന്ന 4 പേരാണ്. ഇതിൽ താങ്കളുടെ റിന്നെ പിന്നത്തുണ്ടോ? ഇരുന്നത് ഫ്രണ്ടിലിരിക്കണം. അപ്പോൾ താങ്കൾ ഒരു 1.5 വർഷക്കാലം ഇങ്ങനെ അവരുമായിട്ട് കൂട്ടായിരുന്നു. താങ്കളുടെ ഒരു പങ്കാളിത്തത്തിലേക്ക് താങ്കൾ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഡെവലപ്പായി വന്നതാണ്. ഡെവലപ്പ് ചെയ്തു വളരെ നൈസർഗികമായി, സ്വാഭാവികമായിട്ട് ഇങ്ങനെ വളർന്നു വന്നതാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രൊപ്പോസൽ സീനോ അങ്ങനെ ക്ലീഷ്യ സീൻസ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഷൈൻ ചെയ്തതുപോലെ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. വളരെ നൈസർഗിക സ്വാഭാവികമായിട്ട് വന്ന് പരിണമിക്കുക. ഷൈൻ ചേട്ടൻ അല്ലേ പ്രപ്പോസ്? ഷൈൻ ചേട്ടൻ അതിൻ്റെ ഉസ്താദായിരുന്നു. ശരി, ഷൈൻ്റെ മൂക്ക് വേർത്തു. ഷൈൻ വിചാരിച്ച ഇതെങ്ങനെ ഇദ്ദേഹം അറിഞ്ഞു. നിങ്ങളുടെ ഒരുപാട് പരിപാടികൾ അറിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിവീൻ, അപ്പം ആ ഒരു പാർട്ട്ണർഷിപ്പ് എനിക്ക് തോന്നുന്നു നിവീൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ചിഹ്നം കൂടിയായിരുന്നു അല്ലേ? റിന്നയായിട്ടുള്ള ആ പിന്നെ ഒരു സൗഹൃദം. അടിയൊക്കെ കൂടിയിരുന്ന ഇടയ്ക്ക്? ഓ, അടിയൊക്കെ ഇപ്പോഴും കൂടുമല്ലോ. പിന്നെ ഭയങ്കര അടിയും. എന്താ പുള്ളിക്കാരത്തേക്ക് നിവീനിൽ ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവത്താണ്? അല്ല, ഞാൻ ഈ ഫുൾ ടൈം ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പുറത്തായിരിക്കും. പിന്നെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പ്രൊമോഷൻ ഡിസ്കഷൻ ഒക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ട് ഇരിക്കാനുള്ള സമയം കുറവാണ്. വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികളുണ്ട്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്തല്ലേ പറ്റൂ. ഞാനന്ന് ദുബായ് കണ്ടപ്പോൾ പിന്നെ ഫാമിലിയൊക്കെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഷൂട്ടിങ്ങിന്. 1 മാസത്തോളം ഞാൻ അത്ഭുതപ്പെട്ടു. 1 മാസം എൻ്റെ നിവീൻ വൈഫിനെയും കുട്ടിയും കൂടെ ഞങ്ങളിപ്പോൾ അതുകൊണ്ട് എല്ലാ ഷൂട്ടിങ്ങിലും ഞാൻ ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയമെങ്കിലും നമുക്ക് ഒരുമിച്ച് കിട്ടും. അല്ലെങ്കിൽ ഒരു 45-50 ഡേയ്സ് നമ്മൾ മാറിയിരിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ മോനെ ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ മോനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഭയങ്കര ദാവീദ് ബുദ്ധിമുട്ടാണ്. ഞാൻ നിവിനോട് മോൻ്റെ പേര് ചോദിച്ചപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു ഗോലിയ തരാന്ന് ചോദിച്ചു. അന്ന് കാലത്ത് നമ്മൾ കണ്ടേ അല്ലേ? മോർണിംഗ് ഞാൻ ഷൂട്ടിങ്ങിന് പോകും. അന്ന് ഒരു തൊപ്പിയൊക്കെ ഇട്ട് എനിക്ക് പക്ഷെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല നിവീൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അത്ഭുതമായി. എന്തായാലും 1 മാസമായിട്ട് ഭാര്യയും മോനുമായിട്ടൊക്കെ അവിടെ താമസിക്കുകയാണ്. പക്ഷേ ഒരു ലൊക്കേഷനിലെ ആൾക്കാരൊക്കെ ആയിട്ട് സ്വറയൊക്കെ പറഞ്ഞ് അവരുടെ കൂടെയൊക്കെ ചിലവഴിക്കുമ്പോൾ അത് കിട്ടുന്നൊരു ഫീൽ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ നിവീന്? അതായത് ഫാമിലി സിനിമയുടെ ആ ഒരു സ്വച്ഛന്തമായൊരു പ്രവാഹത്തിന് തടസ്സമാവും? ഇല്ല. ഇവര് ലൊക്കേഷനിലേക്ക് വരും. ലൊക്കേഷനിൽ വന്ന് എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിന് ഇപ്പം എല്ലാവരുടെ ഫാമിലി ഉണ്ടായി. വിനീതിൻ്റെ ഫാമിലി, അജുവിൻ്റെ ഫാമിലി ഉണ്ടായി, നോബൽ പ്രൊഡ്യൂസറിൻ്റെ ഫാമിലി ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ആണുങ്ങളൊക്കെ ഷൂട്ടിങ്ങിലാണെങ്കിൽ പെണ്ണുങ്ങളെല്ലാവരും ഒരുമിച്ച് ഷോപ്പിംഗ് എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അതങ്ങനെ എൻഗേജഡ് ആയിരിക്കും. അതല്ലേ പണി കിട്ടും. അത് പണി കിട്ടും. അല്ലെങ്കിലും പ്രശ്നമാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ.